ഹലോ ഗൈസ്, അപ്പം ഞാൻ അവിടെ വന്നിട്ട് കുറേ ബീച്ചും അതുപോലെ പാർക്കും അതൊക്കെ കണ്ടു എന്നല്ലാണ്ട് ഫോർട്ട് കാണാൻ പറ്റിയില്ല. അപ്പം ഇന്നാണ് എനിക്ക് അതിന് പോകാൻ പറ്റിയത്. അപ്പം ഇന്ന് കാണാൻ പോണ ഫോർട്ട് എൻ്റെ ഇവിടുന്ന് ഒരു 170 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള ഒരാൾക്ക് ഈ ഫോർട്ട് കാണുക തന്നെ വേണം പറഞ്ഞിട്ട് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പം ഇതാണ് ഈ ഫോർട്ടിക്ക് പോകാനുള്ള ഒരു എൻട്രൻസ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഉള്ളെത്താൻ. അങ്ങനെ ഞാൻ ഇന്ന് എത്തിയത് നിസ്വ ഫോർട്ടിലാണ്. ഇതും ഭയങ്കര ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് കേന്ദ്ര ഒമാനിലെ 16th സെഞ്ചുറിയിൽ പണിത ഫോർട്ടാണ്. ഇപ്പം ഇതൊരു മ്യൂസിയമാണ്. പിന്നെ അതുപോലെ ഇത് 12 കൊല്ലം എടുത്തു ഈ ഒരു ഫോർട്ട് പണിതെടുക്കാൻ. ഇനി ഒമാനിൽ ഏകദേശം എവിടെ പോയാലും ഈ ഒരു ചിഹ്നം കാണാം. ഇത് ഈ അരയിൽ വയ്ക്കുന്ന കത്തിയാണ്. അങ്ങനെ ഉള്ളിലെത്തി. ഇനി ഉള്ളിൽ കയറാനുള്ള ചാർജാണ് 5 റിയാൽ. അപ്പോൾ ഉള്ളിൽ കയറിയ ഫോണ് വീഡിയോ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് റൂമുകളുണ്ട്, അതുപോലെ ജയിലുണ്ട്, കിച്ചൺ, പള്ളി, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പം മ്യൂസിയത്തിൽ എന്തായാലും ഫോൺ അലോടാ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാനും 2 റിയാൽ ചാർജും ഉണ്ട്. ഇതിപ്പോൾ തൊട്ട കാശാണല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലോ ഒരുപാട് പഴയ സാധനങ്ങൾ കാണാം. തോക്ക്, കത്തി, അങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്താ വെച്ചാൽ നമ്മൾ കിണറ്റിന്ന് വെള്ളം കോരില്ലേ, ബക്കറ്റ് ഇപ്പോൾ വന്നു. പക്ഷെ പണ്ട് ഇതാണ്. ഇത് ക്യാമലിൻ്റെയും അതുപോലെ കൗവിൻ്റെയും തോല് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതും കൊണ്ട് വെള്ളം കോരിയത്. അതുപോലെ ഇതൊക്കെ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ച TV ആണ്. ഇവരൊക്കെ ഈ TV-യിൽ എന്താ കണ്ടിട്ടുണ്ടാവുക പണ്ട്? അന്നൊന്നും ഇതേമാതിരി നെറ്റോ അതുപോലെ ഡിഷോ ഒന്നും ഇല്ലല്ലോ. അപ്പം എന്താ കണ്ടിട്ടുണ്ടാവുക? അറിയണവരുണ്ടെങ്കിൽ ഒന്ന്. എവിടെ പോവുകയാണെങ്കിൽ കാവേ, ഈന്തപ്പഴം, അതുപോലെ വെള്ളം, ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ജർമ്മൻകാരെ പരിചയപ്പെട്ടു. അവരൊക്കെ അങ്ങോട്ട് ലൈഫ് അടിപൊളിയാക്കുക. 10-70 വയസ്സായി. ഇപ്പോൾ ടൂർ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ഏതൊരു ഫോർട്ടിൻ്റെ അവിടെ പോയാലും അവിടെ ഒരു സൂക്കും ഉണ്ടാവും. അവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് ഞാൻ ചെറിയൊരു റിങ്ങിൻ്റെ വില ചോദിച്ചാണ്. ആ വിലയുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ഗോൾഡ് വാങ്ങാം. അത്രയും റേറ്റ്. പിന്നെ കുറച്ചു നേരം ഞാൻ പോസ്റ്റായി. എൻ്റെ ഒപ്പം വന്നവരൊക്കെ നിസ്കരിക്കാൻ പോയി. അപ്പോൾ പിന്നെ വെറുതെ റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇവിടെ സൂക്കിൽ പഴയ സാധനങ്ങൾ മാത്രമല്ല, ഫിഷ് മാർക്കറ്റ്, അതുപോലെ സ്വീറ്റ്സ് മാർക്കറ്റ്, അതുപോലെ വെജിറ്റബിൾ മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് സൂക്കുണ്ട്. അങ്ങനെ അവിടെ നിന്ന് 2-3 പാലക്കാടുകാരെ പരിചയപ്പെട്ടു. മലയാളി ഇല്ലാത്ത നാടില്ല എന്ന് പറയും ശരിയാ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പാലക്കാടുകാരില്ലാത്ത നാടില്ലാത്ത വരിക. എവിടെ പോയാലും ഓരോ പാലക്കാടുകാരുണ്ടാവും. ഇനി ഇവിടെ മഴ വരുന്നതാണ് നല്ല രസമാണ്. ഈ മലയൊക്കെ മഞ്ഞ് മൂടിയിട്ട് അടിപൊളി ക്ലൈമറ്റും നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനെ പാലസ്